മലയാളി പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിൽ ചിരിയുടെ പൊൻവെളിച്ചം നിറച്ച കലാഭവൻ നവാസ് എന്ന അതുല്യ കലാകാരൻ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. മിമിക്രി വേദികളിൽ നിന്ന് മിനി സ്ക്രീനിലേക്കും അവിടെ നിന്ന് വെള്ളിത്തിരയിലേക്കും അനായാസം കടന്നു വന്ന നവാസ് ഇടയ്ക്ക് ഒരിടവേളയെടുത്ത് വീണ്ടും സജീവമാകുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി മരണത്തിന് കീഴടങ്ങിയത്. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ കേരളം ഒന്നടങ്കം ദുഃഖത്തിലാണ്ടപ്പോൾ പ്രിയ താരത്തിന്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടുള്ള പഴയ അഭിമുഖങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നതും. ഭാര്യയും അഭിനേത്രിയുമായ രഹ്നയും നവാസും അതിഥികളായി എത്തിയ ഒരു അഭിമുഖത്തിൽ രഹ്നയുടെ വാക്കുകൾ ഇപ്പോൾ പലരുടെയും ഓർമ്മകളിൽ തങ്ങി നിൽക്കുകയാണ്. ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള ഉറക്കം രഹ്നയ്ക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ലെന്ന് ആ അഭിമുഖത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ആ സമയത്ത് നവാസ് ഉറങ്ങുമ്പോൾ താൻ അദ്ദേഹത്തെ ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നെന്ന് ചിരിയോടെ രഹ്ന പറയുന്നു. എന്തിനാണ് പകൽ സമയം ഉറങ്ങുന്നതെന്നാണ് മനസ്സിൽ തോന്നുക. മരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരം കിടന്നുറങ്ങാമല്ലോ, ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും സംസാരിച്ചിരിക്കാമല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുക. രഹ്നയുടെ ഈ വാക്കുകൾ അവരുടെ ജീവിതത്തോടുള്ള പോസിറ്റീവ് മനോഭാവത്തെയാണ് എടുത്തു കാണിക്കുന്നത്. രഹ്നയുടെ പോസിറ്റീവായതും നെഗറ്റീവായതുമായ കാര്യങ്ങളെക്കുറിച്ച് അവതാരകൻ നവാസിനോട് ചോദിച്ചപ്പോഴാണ് ഈ ഉറക്കത്തെക്കുറിച്ചുള്ള രസകരമായ സംഭാഷണം ഇരുവരും പങ്കുവച്ചത്. രസകരമായ ഈ തർക്കം അവരുടെ സ്നേഹബന്ധത്തിന്റെ നേർചിത്രമായിരുന്നു. രഹ്ന ഒരു കഠിനാധ്വാനിയാണെന്നും എപ്പോഴും ജോലിയെടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണെന്നും നവാസ് പറഞ്ഞു. അതാണ് അവളുടെ പ്ലസ് പോയിന്റ്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഉച്ചയ്ക്ക് ഉറങ്ങുന്നവരെ തോണ്ടി വിളിച്ച് ശല്യപ്പെടുത്തും, അത് തനിക്ക് ഇഷ്ടമല്ല, നവാസ് ചിരിച്ചുകൊണ്ട് പറയുന്നു. ദേഷ്യത്തോടെ നോക്കിയാൽ പോലും അവൾ അത് കാര്യമാക്കില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. വിവാഹത്തിന് മുൻപ് തന്റെ സഹോദരിയും ഉമ്മയും ഉറങ്ങുമ്പോൾ ഇതേപോലെ ശല്യപ്പെടുത്തുമായിരുന്നുവെന്നും വിവാഹശേഷം തന്റെ ഇര നവാസ് ആയെന്നും രഹ്ന അഭിമുഖത്തിൽ തമാശയോടെ പറയുന്നുണ്ട്.